ഹലോ ഗൈസ്, നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാട്ടോ. നമ്മൾ ലണ്ടനിലെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു കുഞ്ഞ് വീക്കെൻഡ് ട്രിപ്പാട്ടോ. സാറ്റർഡേ പോയിട്ട് സൺഡേ വരും. അപ്പോൾ നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങാണ്. പുറത്ത് ഭയങ്കര കാറ്റും മഴയാട്ടോ. ഇന്ന് സിവിയർ ആയിട്ടുള്ള വെതർ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ ഏരിയാസിലൊക്കെ റെഡ് അലേർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ അർജുൻ്റെയും നന്ദയുടെയും വീട്ടിൽ പോയിട്ട് അവരുടെ കാറിലാണ് നമ്മൾ ലണ്ടനിൽ പോകുന്നത്. അപ്പോൾ ഇപ്പം അവരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് 5:30 കഴിഞ്ഞിട്ടില്ലേ, 5:30 കഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ രാവിലെ എണീറ്റ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ ഒരു ടൈമായി. ഇവിടെ എക്സ്ട്രീം ഭയങ്കര ഷോക്കായിട്ടുള്ള വെതറാട്ടോ. കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് പറന്നു പോകുന്ന പോലെ ഇങ്ങനെ പുറകിലേക്ക് പോയിരുന്നു, അത്രയും കാറ്റാണ്. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക. ലണ്ടനിൽ എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല, എന്തെങ്കിലും നമുക്ക് ചെന്നൈയും അറിയാം. നമ്മളങ്ങനെ അർജുനും നന്ദയുടെയും വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് കാറിൽ സെറ്റ് ചെയ്യുവാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ ഏർലി മോർണിംഗ് ഇറങ്ങിയാലാണ് അവിടെ അത്യാവശ്യം നേരത്തെ ലണ്ടനിൽ എത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ട്രാഫിക്കൊക്കെ ആവും. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പം അത്യാവശ്യം നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വിശന്ന് തുടങ്ങി. പിന്നെ കുറച്ച് ദൂരം ഓടിച്ചു വണ്ടി. അപ്പം ഒന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ സർവീസസിൽ കയറ്റി ഒന്ന് റെസ്റ്റ് എടുത്ത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പോലെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സർവീസസിൽ കയറാൻ കേട്ടോ. ഭയങ്കര തണുപ്പും കാറ്റും അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു, അത്യാവശ്യം ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ വണ്ടിയിൽ നയിക്കാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലും സ്നാക്സും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. ഇനി ഒരു 2.5 മണിക്കൂറും കൂടെ ഇനിയും ട്രാവലിംഗ് ഉണ്ട്. നമുക്ക് ലിവർപൂളിൽ നിന്ന് ലണ്ടനിലോട്ട് ഓൾമോസ്റ്റ് ഒരു 5 hours അത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഒരു 4.5 കാണിക്കണ്ടായിരുന്നു. പക്ഷെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും 5 hours. കാറ്റ്, മഴ, തണുപ്പ്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത എയർബിഎൻബിയിൽ കയറാണ്. ഇതൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ സ്റ്റേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ക്രിസ്മസ് ടൈം ലണ്ടനിൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ടൈമാണ്. അങ്ങനെ കുറേ നോക്കിയിട്ടാട്ടോ ഇത് കിട്ടിയത്. പിന്നെ നമ്മളിവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനും പിന്നെ നൈറ്റ് ഉറങ്ങാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വരത്തുള്ളൂ. നമുക്ക് മാക്സിമം ലണ്ടനിലുള്ള ക്രിസ്മസ് ലൈറ്റ്സൊക്കെ ഫുൾ കാണാമെന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫ്രഷായിട്ട് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നത്. നമ്മളിതാ സ്റ്റേയിൽ നിന്ന് ഇറങ്ങി ആൻഡൻ മാർക്കറ്റിലോട്ട്. ഇവിടെ നിന്ന് ക്യൂബ് കയറിയിട്ട് വേണം പോകാനായിട്ട്. നമ്മതാ അങ്ങോട്ടേക്ക് നടക്കണം. അതുകൊണ്ട് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. ഫുൾ മരവിക്കുന്ന പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല വെതറാണെന്ന്. നല്ല വെതർ പറഞ്ഞാൽ പൊട്ടാണ്, തണുക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ട്യൂബ് സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ. ഞങ്ങളുടെ അക്കോമഡേഷനിൽ നിന്നൊരു 9 minutes, അതെ 9 minutes ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്യൂബ് സ്റ്റേഷൻ എത്തിയിട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ട്യൂബ് എടുത്ത് ലിവർപൂൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്യൂബ് എടുത്തിട്ട് ആണ് നമ്മൾ ക്യാമ്പ്ടൺ മാർക്കറ്റിലെത്തുക. ഇവിടുത്തെ മാർക്കറ്റ്സ് അടിപൊളിയാണ്. നമ്മൾ ആദ്യം തന്നെ ക്യാമ്പ്ടൺ മാർക്കറ്റിൽ പോകുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുക.
എന്താണ് അതിലെ കൂടി വരുന്നത്? എടാ നീ വേറെ എങ്ങോട്ടാ പോകുന്നേ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ക്യാംഡൻ മാർക്കറ്റിലെത്തിട്ടോ. എപ്പോഴും ഫുള്ളി ലൈവായിട്ടുള്ളൊരു മാർക്കറ്റാട്ടോ ഇത്. ഈ മാർക്കറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ ആട്ടോ ഫുഡ്. കുറേ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ലണ്ടനിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് കഴിക്കുന്നതാട്ടോ. കാരണം ഒരുപാട് വെറൈറ്റി ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ ഓൾമോസ്റ്റ് മിക്ക ഷോപ്സും സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നമ്മൾ ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് അവരുടെ ഫുഡിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് സാമ്പിളായിട്ട് തരും. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാം. നമ്മൾ ചുമ്മാ ഈ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഈ ഓരോ ഷോപ്പിലേക്ക് സ്റ്റാഫ് നമ്മളിങ്ങനെ വിളിച്ചിട്ട് ഓരോ സാമ്പിളൊക്കെ തരും. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഓരോ ഷോപ്പിലൊക്കെ കയറി കുറേ ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. ഇവിടെ പല ഷോപ്സിലും പല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു കേട്ടോ കണ്ടത്. അത് അവർ ഭയങ്കര അടിപൊളിയായിട്ട് പ്രസൻറ്റും ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാനോ അത് ട്രൈ ചെയ്യാനായിട്ടൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ ക്യാംഡൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ക്രിസ്മസ് ലൈറ്റ്സ് കാണാമെന്നുള്ളത്. നമ്മൾ ബസ് എടുത്ത് ആദ്യത്തെ ഒരു സ്ട്രീറ്റിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ ഓൾമോസ്റ്റ് മിക്ക സ്ട്രീറ്റ്സും നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മളിത് ആദ്യത്തെ സ്ട്രീറ്റിലെത്തിട്ടോ. നല്ല കാറ്റായിരുന്നു കേട്ടോ നമ്മൾ പോയ ദിവസം. നമ്മൾ ആ കാറ്റത്തൊക്കെ തണുത്ത് വിറച്ചാണ് ആ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നത്. പക്ഷേ കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിലും ലണ്ടനിലെ തിരക്കിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ കോവൻ ഗാർഡനിലോട്ടാട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഭയങ്കര വലിയ ക്രിസ്മസ് ട്രീ ആണ്. അതുപോലെ അതിനകത്തുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഈ ഡെക്കറേഷൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ബെൽസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉണ്ടല്ലോ കോവൻ ഗാർഡനിലാണ്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? തിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് തിരക്ക്. ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റാട്ടോ ഈ സൈക്കിൾ റിക്ഷാസ്. ഇതിനകത്ത് നമുക്ക് റൈഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇവരിതിനകത്ത് പാട്ടും ലൈറ്റൊക്കെ വെച്ച് നമ്മളെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഇവർ ചുമ്മാ ഒരു റൈഡൊക്കെ തരും കേട്ടോ. പക്ഷെ പേ ചെയ്യണം. എന്തോ ഒരു പെർ ഹെഡ് 20 pounds ഒക്കെയാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മളത് കഴിഞ്ഞ് ചൈന ടൗണിലോട്ടാട്ടോ വന്നത്. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നൊരു ഐറ്റാട്ടോ ഈ ഒരു മാംഗോ പാൻ കേക്ക്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ അത് ഒരുപാട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി ഞാനത് ഈ ചൈന മാർക്കറ്റിലുള്ളൊരു ഷോപ്പിൽ നിന്ന് അത് കണ്ടുപിടിച്ചു കേട്ടോ. ഈ ഒരു പാൻ കേക്ക് ഇങ്ങനെ നടക്കുന്ന ഇങ്ങനെ പൊട്ടിക്കത്തില്ലേ, അത് ഭയങ്കര സാറ്റിസ്ഫൈങ് കേട്ടോ. ആ ക്രീമും അതിൻ്റെ അകത്തുള്ള മാംഗോ ചങ്ക്സ് ഒക്കെ കാണുമ്പോൾ. അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മാംഗോൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നടന്ന് ഞാൻ കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചൊരു സ്ട്രീറ്റിലോട്ടാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. റെജൻ സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. ഞാനിങ്ങനെ ഫോട്ടോസിലൊക്കെ ഒരുപാട് ഈ ഒരു ഏഞ്ചൽ ലൈറ്റ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കാണുമ്പോഴേക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കത് നേരിട്ട് കാണണം എന്നുള്ളത്. ഭയങ്കര ഭംഗിയായിട്ടോ നേരിട്ട് കാണാൻ. അങ്ങനെ നമ്മൾ കുറേ നേരം ഈ ലൈറ്റ്സൊക്കെ എൻജോയ് ചെയ്ത് അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന് ഓർത്തു. നമ്മൾ നെക്സ്റ്റ് പോയത് എവർ ആഫ്റ്റർ ഗാർഡനിലോട്ടാട്ടോ. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 വരെയാണ് ടൈമിംഗ് പറഞ്ഞിരുന്നത്. നമ്മളൊരു 8 ആയപ്പോൾ എത്തി. പക്ഷെ അതെന്തോ റീസൺ കൊണ്ട് നേരത്തെ അന്ന് ക്ലോസ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ അപ്പോഴേക്കും ഓൾമോസ്റ്റ് നടന്ന് നമ്മൾ ക്ഷീണിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ഫ്രണ്ടിലുള്ള ഡെസ്കിലൊക്കെ ഇരുന്ന് നമ്മൾ റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ട്യൂബൊക്കെ കയറി ലണ്ടൻ ഐയിലോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ടൈം ലണ്ടനിൽ വന്നപ്പോൾ മിസ്സായൊരു പിക്കാട്ടോ ലണ്ടൻ ഐയുടെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്.
അപ്പോൾ ഈ ടൈം എന്തായാലും മസ്റ്റായിട്ടത് ചെയ്യണമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതാ ലണ്ടൻ ഐയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലണ്ടൻ ഐയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ചുമ്മാ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്റ്റേയിലോട്ട് പോവാട്ടോ. അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്, കുറേ നടന്നു. പിന്നെ ഈ കാറ്റും മഴയും എല്ലാം ഉള്ളത് കാരണം പെട്ടെന്ന് ടയേർഡായി. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണിച്ചു, വല്ലാതെ ക്ഷീണിച്ചു, കുറേ നടന്നു.